നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു സഹായം എത്തിച്ച് നൽകാനായിട്ട് പ്രപഞ്ചം ഒരു വ്യക്തിയെ അയക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി വളരെ വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഊർജ്ജസ്വലമായ മാറ്റങ്ങൾ വരാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഈ വ്യക്തിയുടെ വരവ് എന്ന് പറയുന്നത്. ഈ വ്യക്തി തുറന്ന മനസ്സിന് ഉടമയാണ്. അവർ വളരെ ബുദ്ധിയുള്ള ആളാണ്. ഒരുപക്ഷെ അവർ പ്രായത്തിൽ നിങ്ങളെക്കാൾ ചെറുപ്പമായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു യുവത്വത്തിൻ്റെ ചിന്താഗതിയുള്ള ആളായിരിക്കാമെന്നാണ് കാണുന്നത്. പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുമൊക്കെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ് അവരുള്ളത്. ഈ വ്യക്തി നിങ്ങളെ തേടി വരുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു സന്ദേശമോ വിവരമോ നിങ്ങളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വാർത്തയുമായിട്ടായിരിക്കാം ഇവരുടെ വരവ്. സത്യസന്ധതയാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രണയത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിൻ്റെ രൂപത്തിലോ ആണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ നല്ല ഒരു സുഹൃത്തായിരിക്കും. ഒരു മറയുമില്ലാതെ എന്ത് കാര്യവും അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ജോലി സ്ഥലത്ത് പുതിയൊരു സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിയുടെ രൂപത്തിലോ ഒക്കെയാണ് അവരുടെ വരവെങ്കിൽ തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള ഒരു വലിയ സപ്പോർട്ട് അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ കഴിവുകൾ പരമാവധി ഉപയോഗിക്കാനായിട്ട് അവർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതാണ്. ഇവിടെ ഈ വ്യക്തി എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ബന്ധങ്ങളിലായാലും ജോലി സ്ഥലത്തായാലും ബിസിനസ്സിലായാലും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ മാനസികമായിട്ട് അസ്വസ്ഥതയോ ആശയക്കുഴപ്പമോ നിങ്ങൾ അനുഭവിക്കുന്ന സമയത്തായിരിക്കും ഈ വ്യക്തിയെ പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുന്നത്. അതായത് അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങളെ ഉപദേശിക്കാനും നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനും അവർക്ക് കഴിയുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ശത്രുക്കളുടെയോ നിങ്ങളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നവരുടെയോ ഒക്കെ നീക്കങ്ങളെ തിരിച്ചറിഞ്ഞ് ആ വിവരം നിങ്ങളെ അറിയിക്കാനോ അവിടെ എങ്ങനെ പ്രതിരോധിച്ച് നിൽക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടൊക്കെ അവർക്ക് കഴിയുന്നതാണ്. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പതുക്കെയല്ല, മറിച്ച് വളരെ വേഗത്തിലാണ് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. അതായത് അവരുടെ ഊർജ്ജമെന്ന് പറയുന്നത് വളരെ വേഗതയേറിയതാണെന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് സഹായം എത്തിച്ച് നൽകാനായിട്ട് പ്രപഞ്ചം തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു സമയം നിങ്ങളിൽ പലരും മാനസികമായിട്ട് ഒരു മടുപ്പിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചതിലോ മാനസികമായിട്ട് ഒരു വിഷമം ഉണ്ടായതിലോ അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നതിലോ ഒക്കെയുള്ള ഒരു നിരാശയും മടുപ്പുമായിരിക്കാം നിങ്ങളിൽ ഉള്ളത്. എന്നാൽ ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ ചില അവസരങ്ങളും വഴികളുമൊക്കെ തുറന്ന് ഇട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അവയെ കാണാനോ ശ്രദ്ധിക്കാനോ ശ്രമിക്കാതെ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയിൽ, അതായത്
ഒന്നിനും താല്പര്യമില്ലാത്ത നിരാശയും മടുപ്പും നിറഞ്ഞ ആ ഒരു അവസ്ഥയിൽ തുടരാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. മറ്റുള്ളവരോട് ഇടപഴകാനോ പുറത്തു പോവാനോ ഒന്നും താല്പര്യം കാണിക്കാതെ വീടിനുള്ളിലോ നിങ്ങളുടെ ചിന്തകളിലോ ഒക്കെ ഒതുങ്ങിക്കൂടാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് വന്നു ചേർന്ന നഷ്ടങ്ങളെയും വിഷമങ്ങളെയും കുറിച്ചോർത്ത് നിരാശപ്പെട്ടിരിക്കാതെ നിങ്ങൾക്ക് സംഭവിച്ചു പോയതിനെക്കുറിച്ച് വെറുതെ ഇരുന്ന് ആലോചിച്ച് സമയം കളയാതെ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന അവസരങ്ങളെയും വഴികളെയും ഒക്കെ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു സമയം ഇതായിരിക്കാം. കൂടാതെ ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് ചെറിയൊരു മുന്നറിയിപ്പ് ഈ ഒരു സമയം നൽകുന്നുണ്ട്. അതായത് കൊടുക്കൽ വാങ്ങലുകളിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ജാഗ്രത വേണം എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലുള്ള വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരൊരു സഹായം നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ അകമഴിഞ്ഞ് സഹായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷേ അത് മറ്റുള്ളവർ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നിൽ സഹായം ചോദിച്ചു വരുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക. അവർ യഥാർത്ഥത്തിൽ അതിന് അർഹരാണോ എന്ന് അന്വേഷിക്കുക. അന്ധമായിട്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ച് സഹായിച്ചാൽ അത് പിന്നീട് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ വരുത്തി വച്ചേക്കാം എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളുടെ മുൻകാല പ്രവൃത്തികളുടെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണിത്. നല്ലത് ചെയ്താൽ നല്ല ഫലം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇനി തെറ്റ് ചെയ്താൽ അതിൻ്റെ ഫലവും നിങ്ങളെ തേടി വരുന്നതാണ്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ചെറിയ പ്രവൃത്തിയായാലും അത് നല്ലതായാലും മോശമായാലും അതിൻ്റെ ഫലം ഒരു സമയം അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. അതിനാൽ ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധരായിട്ട് ഇരിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളും വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.